പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ്. തെളിവെടുപ്പിന് ശേഷം രാഹുൽ ഈശ്വറിനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ വസതിയിൽ പരിശോധന ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും മാധ്യമങ്ങളോട് അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ നഗ്നമായ ലംഘനമാണ്. എന്താണ് രാഹുൽ കൈ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. അർണേഷ് കുമാർ ലംഘനമാണ്. 7 വർഷത്തിൽ താഴെയുള്ളതാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യണമെന്നാണ് ഡിമാൻഡ്. രാഹുൽ ഈശ്വറിനെ വീട്ടിൽ ആ പരിശോധന കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. നിയമലംഘനത്തെക്കുറിച്ചൊക്കെ രാഹുൽ ഈശ്വർ വീണ്ടും പറയുന്നുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇത് കാണുന്നതുമാണ്. ഓരോ കാര്യങ്ങളും പോലീസിന് മുന്നിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ലാപ്ടോപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ ഈ ലാപ്ടോപ്പ് സഹിതം ഒളിപ്പിച്ച് മാറ്റി വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു അതിബുദ്ധിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പ് കണ്ടെടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ് പോലീസ് എടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജിബിൻ JB വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, എന്താണ് രാഹുൽ പറഞ്ഞത്? സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ഇനി വീഡിയോ ചെയ്യരുതെന്നാണ് പോലീസിന്റെ ഡിമാൻഡ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിശോധനകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ ഇനി കൊണ്ടുപോവുക ഇവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുക. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രാഹുലിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ക്യാമ്പിൽ നിന്ന് പോലീസിനെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് രാഹുലിനെ ക്യാമ്പിൽ നിന്ന് ശ്രീകാര്യം പൗടിക്കോണത്തുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. പരിശോധന ശേഷം ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിന്നു. ഈ സംഭവങ്ങൾ, ഈ യുവതി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ആ ലാപ്ടോപ്പ് ഈ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും ഈ പരാതി നൽകിയ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ രാഹുൽ സോഷ്യൽ മീഡിയ വെച്ച് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോസ്റ്റുകളിൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ രാഹുൽ ഈശ്വറിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്തി വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി. പ്രത്യേകിച്ച് രാഹുലിന്റെ ഒരു ചെറിയ സ്റ്റുഡിയോ ഈ വീട്ടിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്റ്റുഡിയോയ്ക്ക് അകത്ത് നിന്ന് കൂടിയുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഈ ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്ത് രാഹുലിനെ കൊണ്ട് പോലീസ് സംഘം മടങ്ങുകയാണ് ഇപ്പോൾ. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുലിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അർണേഷ് കുമാർ കൈവിലങ്ങ് അണിയിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമ്മതിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ ഓരോന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. ആ ലാപ്ടോപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനം